RCC കേൾക്കുമ്പോ എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകാനൊരു പേടിയാണ്. എന്തോ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ. അങ്ങോട്ട് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്, അതുകൊണ്ട് മാക്സിമം എല്ലാരും പുറത്തുനിന്ന് ഡയഗ്നോസിസ് ഉണ്ടോ എന്നുള്ളത് മാക്സിമം തപ്പും, എന്നിട്ട് മാത്രമേ RCCയിലേക്ക് പോകാറുള്ളൂ. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി ആണ് കൂടുതൽ പറയാനുള്ളത്, RCCനെ പറ്റി. അതിപ്പോ പേഷ്യൻസിനൊക്കെ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. കാരണം എന്താന്ന് പറഞ്ഞാല് നമ്മൾ RCC കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തുടക്കത്തിൽ ഇതേപോലെ അവിടെ പോവാം, രജിസ്റ്റർ ചെയ്യലും അവിടുത്തെ കാര്യങ്ങളൊന്നും എളുപ്പമല്ല, നമുക്ക് അവിടെ ട്രീറ്റ്മെന്റ് കിട്ടില്ല എന്നുള്ളൊരു മൈൻഡിലായിരുന്നു എല്ലാവരും സംസാരം. അത് ഞങ്ങൾ ഒരുപാട് പേരോട് സംസാരിച്ചുകൊണ്ട് ഞങ്ങളോട് പോകണ്ടെന്ന് തന്നെ തീരുമാനത്തേക്ക് എത്തി. പിന്നെ അവസാനം അവിടെ പോയ ഒരു പേഷ്യന്റ് ആളുടെ മോളിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നവാസ്ക എന്ന് പറഞ്ഞിട്ട്. ആളാണ് പറഞ്ഞത് അവിടെ ചെന്നാൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. നമ്മൾ പോയതാണ്, ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ പോയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആള് പറഞ്ഞിട്ടാണ് പോണത്. ഇതുപോലെ നമ്മുടെ ജിമ്മിലത്തെ ശിനുവേട്ടൻ ആണ് ആളെ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നത്. അങ്ങനെ നവാസ്ക പറഞ്ഞിട്ട് പോയിട്ടാണ് ഞങ്ങള് കാര്യങ്ങൾ ഡയറക്റ്റ് അറിയുന്നത്, ഇങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ, സിമ്പിൾ ആണ് എന്നുള്ളത്. രാവിലെ പോയി രജിസ്റ്റർ ചെയ്യും. ആ ഒരു ദിവസം 2 ദിവസം കുറച്ചിന്റെ പിന്നാലെ നടക്കണം അതിന് വേണ്ടിയിട്ട്. വൺസ് ഡോക്ടറെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ റെഡി ആകും. നമുക്ക് ട്രീറ്റ്മെന്റ് എത്രയും ഫാസ്റ്റ് ആയിട്ട് വേണ്ടവർക്ക് ഒരു ഫാസ്റ്റ് ആയിട്ട് കൊടുക്കും. പിന്നെ കുറച്ച് ആക്സിഡന്റ് ആയിട്ട് മതി എന്നുള്ളവർക്ക് അത്രയും തിരക്കല്ലേ, അപ്പൊ അതിനനുസരിച്ച് ഒരു ഡേറ്റ് കൊടുക്കും, കാര്യങ്ങൾ ചെയ്യും, ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. അപ്പൊ അത് എന്താ പറയാ, ഒരുപാട് പേഷ്യൻസ് ഇതേപോലെ പുറത്തെ വാക്കുകൾ കേൾക്കും. പിന്നെ അവിടെ ഇതുപോലെ 4-5 ഡോക്ടറെ അടുത്ത് പോകും ചിലപ്പോ. അപ്പൊ അവർക്ക് ചിലപ്പോ മാറില്ല എന്ന് പറയും. കാരണം അവിടെ കുറവാകുമ്പോ കേസ് വന്നിട്ടുണ്ടാവുക. എനിക്ക് മനസ്സിലായ കേസായിട്ടാ പറയുന്നത്. ചിലപ്പോ അങ്ങനെ ആയിപ്പോഴില്ല, അങ്ങനെ ആവായിക നമുക്കറിയില്ല. പക്ഷെ എന്താ പറയാ, അവിടെ ഇവര് 3-4 ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകും. അവിടെ എത്തുമ്പോ ചിലപ്പോ അവര് ഇത് മാറില്ല എന്ന് പറയും. അവിടെ കേസ് കുറവായോണ്ട് അവര് പറയുന്നുണ്ടാവുക. പക്ഷെ ഇതുപോലെ ഒരുപാട് കേസുകൾ കണ്ട ഡോക്ടേഴ്സ് ചിലപ്പോ അത് കണ്ടു കഴിഞ്ഞാൽ ഇന്നതാണ് പറയും, അവിടെ മാറും എന്ന് പറയും. അപ്പൊ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യും. അപ്പൊ അത് അറിയാതെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട് എന്ന് ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോഴൊക്കെ മനസ്സിലാവുന്നത്. നമുക്ക് അല്ലെങ്കിൽ 4-5 പേഷ്യൻസിനെ സംസാരിക്കുള്ളൂ, നമ്മൾ അവിടെ ഉള്ളവരല്ലേ കാണുന്നുള്ളൂ. പക്ഷെ ഇതേപോലെ ഒരുപാട് പേര് മെസ്സേജ് ഇട്ട് ഇന്നും 2.5 മാസമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാത്തവരുണ്ട് ഇതുവരെ. ആയുർവേദം അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കർണാടകയിൽ നിന്ന് കിട്ടുന്ന ഒരു പൊടിയുണ്ട് ഷിമോഗയില്, അവിടെ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തിട്ടാ. അവിടുന്ന് കിട്ടുന്ന ഒരു പൊടി കഴിച്ചു കഴിഞ്ഞാല് വേറെ ഒന്നിനും പോകണ്ട, മാറുന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് അവര്. അപ്പൊ നമ്മൾ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെയും ഇത് മാറിയാൽ മതി എന്നല്ല വിചാരിക്കുക. അപ്പൊ പിന്നെ അതിന് പിന്നാലെ പോകും. ഞങ്ങൾ ഇതൊക്കെ പിന്നാലെ പോയി നോക്കിയിട്ടുള്ളതാണ് ഉമ്മയുടെ കേസിൽ. അപ്പൊ എന്റെ കേസ് വന്നപ്പോ അപ്പൊ ഞങ്ങൾ എക്സ്പീരിയൻസ് ആയി ഈ കാര്യത്തിൽ.